ഒരു പാട്ടിൻ്റെ ചില വരികൾ ഇങ്ങനെയാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. കുന്നുകളും താഴ്വരകളും താണ്ടി, കാടും മേടും പിന്നിട്ട്, കടലും കായലും കടന്ന് ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന, ദൈവത്തെ തേടിപ്പോകുന്ന മനുഷ്യൻ. എന്നാൽ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന, അവനോട് കൂടെ നടക്കുന്ന, അവനോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, അവൻ്റെ അതിഥിയായി കൂടെ എത്തുന്ന, അവനോട് കൂടെ പാർക്കുന്ന ഒരു ദൈവത്തെയാണ് എമ്മോസ് യാത്രയിലൂടെ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. എമ്മോസ് യാത്ര. 2 പേരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ക്ലെയോപ്പാവും പേര് രേഖപ്പെടുത്താത്ത ഒരു ശിഷ്യനും 2 പേർ ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. യെരുസലേമിൽ നിന്നും 7 നാഴിക ദൂരമാണ് എമ്മോസ് എന്ന പട്ടണത്തിലേക്ക് പോകാൻ. ഈ വേദഭാഗത്തെക്കുറിച്ച് ഫ്രെഡറിക് എന്ന പേരുള്ള ദൈവശാസ്ത്രജ്ഞൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. എമ്മോസ് യാത്ര ഉൾപ്പെടുന്ന വേദഭാഗത്തെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്, മനുഷ്യൻ ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് എമ്മോസ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, നാം ഓരോരുത്തരും അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് എമ്മോസ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പരാജയങ്ങൾ നേരിടുമ്പോൾ ഒളിച്ചോടുന്ന ഇടത്തിൻ്റെ പേരാണ് എമ്മോസ്. എന്താണ് എമ്മോസ് യാത്രയ്ക്ക് വേണ്ടി ഈ 2 ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചത്? നൊമ്പരപ്പെടുത്തുന്ന ചില ഓർമ്മകൾ. യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് ചിലർ പറഞ്ഞു. മാത്രമല്ല, ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പുരോഹിത വൃന്ദം പറഞ്ഞു. ഇത് സത്യമാണോ? യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി സത്യമാണോ? ഏതാണ് ശരി? വല്ലാത്തൊരു നൊമ്പരം ഇവരുടെ ഉള്ളിലേക്ക് വന്നു. ഇനി യെരുസലേമിൽ നിൽക്കേണ്ട, എമ്മോസിലേക്ക് ഒളിച്ചോടുന്നതാണ് നല്ലത്. നൊമ്പരപ്പെടുത്തുന്ന ചില ഓർമ്മകൾ. രണ്ടാമത്, ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ശ്രമം. മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സ്ത്രീകളും പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ഉയർത്തെഴുന്നേറ്റു. ആകെ കൂടെ ഒരു വല്ലാത്ത സംഘർഷമായി. കുറച്ച് പേര് പറയുന്നു യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സ്ത്രീകളും പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റു. ഇതിൽ ഏതാണ് ശരി? യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ? യേശു ഉയർത്തെഴുന്നേറ്റതാണോ? ഇതിൽ ഏതാണ് ശരി? മനസ്സ് വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു. അതൊരു ദുഃഖത്തിലേക്ക് നയിച്ചു. യെരുസലേമിൽ നിൽക്കേണ്ട, എമ്മോസിലേക്ക് ഒളിച്ചോടുന്നതാണ് നല്ലത്. മൂന്നാമത്, എല്ലാം മറക്കാനുള്ള ഒരു യാത്ര. ഭയം, ദുഃഖം, നിരാശ, സംശയം, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാം ഒന്ന് മറക്കണം. ഈ ദുഃഖവും നിരാശയും സംശയമൊക്കെ ഒന്ന് മറക്കണം. എല്ലാം മറക്കാൻ വേണ്ടി ഒന്ന് ഒളിച്ചോടുന്നതാണ് നല്ലത്. യെരുസലേമിൽ നിൽക്കേണ്ട, എമ്മോസിലേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഈ 2 പേരും നൊമ്പരപ്പെടുത്തുന്ന ചില ഓർമ്മകളുമായി ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി, എല്ലാം മറക്കുന്നതിന് വേണ്ടി യെരുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോവുകയാണ്. ഈ യാത്ര മുന്നോട്ട് പോയി. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. ഈ 7 നാഴിക ദൂരത്തിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അനാവശ്യമായ തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ യാത്രയിൽ അനാവശ്യമായ തർക്കങ്ങൾ നടക്കുന്നുണ്ട്, വിവാദങ്ങൾ നടക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്, വ്യർത്ഥമായ ഭാഷണം, വ്യർത്ഥമായി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ 2 പേരും വാടിയ മുഖത്തോടെ അവർ മുന്നോട്ട് പോയി. പ്രസന്നമായ മുഖമല്ല, വാടിയ മുഖത്തോടുകൂടെ അവർ മുന്നോട്ട് പോയി. ഒരു നഷ്ടബോധം, നെടുവീർപ്പിടുന്നുണ്ട് ഈ 2 പേരും. വല്ലാതെ നെടുവീർപ്പിടുന്നുണ്ട് ഈ യാത്രയിൽ ഈ 2 പേരും. പ്രതീക്ഷ കൈവിട്ട അനുഭവം. യേശു ഉയർത്തെഴുന്നേറ്റുവോ?
പ്രതീക്ഷ കൈവിട്ട അനുഭവം, വല്ലാത്ത നിരാശ, ജീവിതഭാരം താങ്ങാനായി കഴിയുന്നില്ല. 7 നാഴിക ദൂരത്തിനുള്ളിൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് കൂടെ നടന്നു. ഒന്നാമത്തെ ധ്യാനം അതാണ്, കൂടെ കൂടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് കൂടെ നടന്നു. ഒരു കോ ട്രാവലറായി, ഒരു സഹയാത്രികനായി കൂടെ നടക്കുന്ന ക്രിസ്തു. ഈ സഹയാത്രികനായി, കോ ട്രാവലറായി യേശു കൂടെ നടക്കുമ്പോൾ വെറുതെ നടന്നില്ല. ഈ യാത്രയിൽ നല്ലൊരു കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, നല്ലൊരു ആരാധന നടക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും യേശു കൂടെ നടക്കുമ്പോൾ സംഭവിക്കുകയാണ്. നല്ലൊരു കൗൺസിലിംഗ്, നല്ലൊരു ആരാധന ഈ യാത്രയിൽ നടക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് യേശു. കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കുസൃതി പറയുന്നുണ്ട്, കുശലാന്വേഷണം നടത്തുന്നുണ്ട്. അവർ പറയുന്നത് കേൾക്കുന്നു. കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിസണിങ് ആണ്. ലിസണിങ്, കേൾക്കുക. അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കുന്നു. ഇന്ന് കേൾക്കാനാണ് മനുഷ്യർ കഴിയാത്തത്. കേൾക്കുന്നു. ഒരു നല്ല കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, കൂടെ സഞ്ചരിക്കുന്നുണ്ട്, അവരുടെ ജീവിത അനുഭവങ്ങളുമായി ചേർന്ന് സഞ്ചരിക്കുന്നുണ്ട്. ഒരു കൗൺസിലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു കൂട്ടുയാത്രക്കാരനായി യേശു കൂടെ നടക്കുന്നുണ്ട്. ഈ കൗൺസിലിംഗ് കഴിയുമ്പോൾ ഒരു നല്ലൊരു ആരാധന, ആ യാത്ര ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. 2 ശിഷ്യന്മാർ യേശു കൂടെ നടന്നു, അവരോട് ചോദിച്ചു, അവർ പറയുന്നത് കേട്ടു, ഒരു നല്ല കൗൺസിലിംഗ് നടന്നു. അത് കഴിയുമ്പോൾ ഒരു നല്ല അർത്ഥവത്തായ ആരാധന അവിടെ നടക്കുകയാണ്. വചനവ്യാഖ്യാനവും അപ്പം നുറുക്കൽ ശുശ്രൂഷയും. വചനവ്യാഖ്യാനവും അപ്പം നുറുക്കൽ ശുശ്രൂഷയും. അതായത് ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, വിശുദ്ധ തിരുവത്താഴത്തിൻ്റെ ഘടകങ്ങൾ, വിശുദ്ധ തിരുവത്താഴത്തിൻ്റെ എലമെന്റ്സ്, ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയെന്നാണ്. അതായത് വചന ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, വചന ശുശ്രൂഷ, അപ്പം നുറുക്കൽ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. ഇത് 2 അവിടെ നടക്കുന്നുണ്ട്. ഒരു നല്ലൊരു ആരാധന, നല്ലൊരു കൗൺസിലിംഗ്. ഈ കൗൺസിലിങ്ങും ആരാധനയും കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളം കത്തുകയാണ്. തീയിൽ വച്ച വിറക് കൊള്ളി പോലെ ഉള്ളം ജ്വലിക്കുകയാണ്. നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ, കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവരുടെ ഉള്ളം ജ്വലിക്കുകയാണ്. ആരാധന കഴിയുമ്പോൾ ദൈവജനം പറയുന്നുണ്ട്, എന്തൊരാശ്വാസം, ഉള്ളം ഒന്ന് ജ്വലിച്ചു. ഇവിടെയും ആരാധന കഴിഞ്ഞപ്പോൾ, കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളം ഒന്ന് ജ്വലിക്കുകയാണ്. എമ്മോസ് യാത്രയിൽ കൂടെ, ആ പദം മറന്നു പോകരുതേ, എമ്മോസ് യാത്രയിൽ കൂടെ സഞ്ചരിക്കുന്ന ക്രിസ്തു. ഈ എമ്മോസ് യാത്ര, ആ 7 നാഴിക ദൂരം അവരുടെ അനുഭവം മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവമാണ്. ഈ ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ നിങ്ങളുടെ യാത്ര എമ്മോസിലേക്കാണ്. എല്ലാം മറക്കാനായി ഒന്ന് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ യാത്ര എമ്മോസിലേക്കാണ്. ചില നൊമ്പരങ്ങൾ ഉള്ളിൽ പേറുമ്പോൾ നിങ്ങളുടെ യാത്ര എമ്മോസിലേക്കാണ്. വാടിയ മുഖത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ യാത്ര എമ്മോസിലേക്കാണ്. വല്ലാത്ത സംശയങ്ങൾ വരുമ്പോൾ, വ്യർത്ഥമായി സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ യാത്ര എമ്മോസിലേക്കാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആരൊക്കെയോ എമ്മോസ് യാത്രയിൽ കൂടെ ഉണ്ട്. ആ 2 പേര് മാത്രമല്ല, ആ എമ്മോസ് യാത്രയിൽ ആരൊക്കെയോ കൂടെ ഉണ്ട്. എമ്മോസ് യാത്രയിൽ കൂടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്, മറക്കരുതേ. എമ്മോസ് യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, നാം തനിച്ചാണ് എന്ന് കരുതരുത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരിൽ എമ്മോസ് യാത്രയിൽ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, നാം ഒറ്റയ്ക്കല്ല, നാം തനിച്ചാണ് എന്ന് കരുതരുത്. കൂടെ നടക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി കൂടെ നടന്ന ദൈവം, കൂടെ കൂടെ. ആദി മനുഷ്യനോട് കൂടെ സഞ്ചരിച്ച ദൈവം, കൂടെ. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കൂടെ കൂടെ നടക്കുന്ന ദൈവം, എമ്മോസ് യാത്രയിൽ കൂടെ സഞ്ചരിക്കുന്ന കർത്താവ്. ലോൺലിനെസ്, എങ്ങനെയാണ് ഏകാന്തത ഉണ്ടാകുന്നത്? ഈ ഏകാന്തത ഉണ്ടാകുന്നത് അതൊരു പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏകാന്തത ഉണ്ടാകുന്നത് പൊടുന്നനെ സംഭവിക്കുന്നതാണ്, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് രോഗം കുടുംബത്തിൽ വരുമ്പോൾ, കുടുംബത്തിൽ പെട്ടെന്ന് രോഗം വരുമ്പോൾ ഒരു ഏകാന്തത കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു.
അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഏകാന്തത ഉണ്ടാകുന്നു. ചില ദുരന്തങ്ങൾ, ചില വേർപാടുകൾ, ജീവിതത്തിൽ ഏകാന്തത കടന്നു വരുന്നു. എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, അനുഭവിക്കുന്ന ഏകാന്തതയാണ്. എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, കുടുംബത്തിൽ അനുഭവിക്കുന്ന ഏകാന്തതയാണ്. 13 വയസ്സുള്ള പെൺകുട്ടി സൂയിസൈഡ് ലെറ്റർ എഴുതി വെച്ചു. എൻ്റെ മമ്മിക്ക് പോലും എന്നെ മനസ്സിലായില്ല, എൻ്റെ മമ്മിക്ക് പോലും എന്നെ മനസ്സിലായില്ല. ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ഏകാന്തതയാണ്. ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുമ്പോൾ പോലും മനുഷ്യൻ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഇബ്സന്റെ പാവ വീടെന്ന് പറയുന്ന നോവലുണ്ട്. പാവ വീട്. നോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ നോറ എന്ന പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത്, ആ നോറ വീടിൻ്റെ മുൻവശത്തെ വാതിൽ ഊക്കോടെ വലിച്ചടച്ച് അവൾ നടന്നിറങ്ങുന്നു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാൻ വയ്യ. വീടിൻ്റെ മുൻവശത്തെ വാതിൽ ഊക്കോടെ വലിച്ചടച്ച് നോറ ഇറങ്ങി നടക്കുന്നു. നോറ പറയുന്നു, എൻ്റെ ചെറിയൊരു തെറ്റ് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എൻ്റെ ചെറിയൊരു തെറ്റ് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏകാന്തത ഒരു കുടുംബത്തിൽ 4-5 പേരുണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ക്ലയോപ്പാവും വേറൊരു ശിഷ്യൻ 2 പേരുണ്ട്. പക്ഷെ ഈ 2 പേരും ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, യേശുവിനെ പോലെ ഏകാന്തത തിരിച്ചറിഞ്ഞ ഒരാൾ ഈ ലോകത്തുണ്ടായിട്ടില്ല. ഉറപ്പാണ്. യേശുവിനെ പോലെ ഏകാന്തത തിരിച്ചറിഞ്ഞ ഒരാൾ ഈ ലോകത്തുണ്ടായിട്ടില്ല. അവർ കണ്ണുയർത്തി നോക്കി, യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. യേശുവിൻ്റെ ഏകാന്തതയാണ്. അവർ കണ്ണുയർത്തി യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. യേശുവിൻ്റെ ഒരു ഏകാന്തതയാണ്. ഗദസമനയിലെ പ്രാർത്ഥന ചങ്ങാതിമാരെല്ലാം കൂടെ ഉണ്ട്, കൂട്ടുകാരെല്ലാം കൂടെ ഉണ്ട് എങ്കിൽ യേശു ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, എല്ലാം ഉണ്ടെങ്കിൽ എന്തോ ഒരു ശൂന്യത, ഒന്നിനും കുറവില്ല. കൂട്ടുകാർ ചങ്ങാതിമാർ കൂടെ ഉണ്ടെങ്കിലും ഗദസമനയിൽ യേശു ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിക്കുന്നുണ്ട്. യേശു നിലവിളിക്കുമ്പോൾ ദൈവം പൊതിഞ്ഞു നിൽക്കുകയാണ് യേശുവിനെ. ദൈവം പൊതിഞ്ഞു നിൽക്കുമ്പോഴൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. നോക്കുക, കൂടെ ആളുള്ളപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നു. ദൈവം പൊതിഞ്ഞു നിൽക്കുമ്പോഴും ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ നാമും ഈ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഓർക്കണമേ, 38 വർഷം ഏകാന്തതയിൽ കിടന്ന മനുഷ്യൻ്റെ അരികിലേക്ക് യേശു നടന്നു വരികയാണ്. 38 വർഷം ഏകാന്തതയിൽ കിടന്ന മനുഷ്യൻ്റെ, ഒറ്റയ്ക്ക് കിടന്നവൻ്റെ അരികിലേക്ക് രണ്ടാമനായി യേശു നടന്നു വരികയാണ്. 2 പേർ എമ്മോസിലേക്ക് പോകുമ്പോൾ മൂന്നാമനായി യേശു കൂടെ നടക്കുകയാണ്. ഉള്ളം കൊണ്ടൊന്ന് ധൈര്യപ്പെടാമോ? എൻ്റെ എമ്മോസ് അനുഭവങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ യേശു എന്നോട് കൂടെ. ആ ഒരു സെൻറ്റൻസ് ഉള്ളം കൊണ്ട് ധൈര്യത്തോടെ പറയണം. എൻ്റെ എമ്മോസ് അനുഭവങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ യേശു എന്നോട് കൂടെ. രണ്ടാമത്, എമ്മോസ് അനുഭവങ്ങളിൽ ആയിരിക്കുന്നവരോട് കൂടെ നടക്കാൻ നമുക്ക് പറ്റുമോ? എമ്മോസ് അനുഭവങ്ങളിൽ ആയിരിക്കുന്നവരോട് കൂടെ നടക്കാൻ നമുക്ക് പറ്റുമോ? ഈ 2 ശിഷ്യന്മാരോട് കൂടെ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? സംശയം മാറി, വാടിയ മുഖം മാറി, തർക്കങ്ങൾ മാറി. അവർ മടങ്ങി വരികയാണ്. നടന്നകലുമ്പോൾ മറ്റുള്ളവരിൽ ഒരു നഷ്ടബോധം വളർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ നടന്നകലുമ്പോൾ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും മറ്റുള്ളവരിൽ ഒരു നഷ്ടബോധം വളർത്താൻ കഴിയട്ടെ. ഒരു എഴുത്തുകാരൻ തൻ്റെ ഒരു അവധിക്കാല വസതി ഉണ്ടായിരുന്നു. അവധിക്കാല വസതി ഒരു മലയുടെ മുകളിലായിരുന്നു. അവധിക്കാല വസതി. അവിടെ പോയി കുറേ ദിവസം അദ്ദേഹം ചെലവഴിച്ചു, എഴുതാനായിട്ട് കുറേ ദിവസം ചെലവഴിച്ചു. ഈ എഴുത്തൊക്കെ കഴിഞ്ഞ് ആ മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇദ്ദേഹം നടന്നു വരികയാണ്. താഴ്വാരങ്ങളിലേക്ക് നടന്നു വരുമ്പോൾ താഴെ ഒരു വൃദ്ധയായ അമ്മയുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. വൃദ്ധയായ അമ്മയുണ്ട്. ആ അമ്മയോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം നടന്നവിടെ വന്നത്. അമ്മയോട് യാത്ര പറഞ്ഞപ്പോൾ ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു, സങ്കടം വന്നു. ആ അമ്മ പറഞ്ഞത്, എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പാകെ തൂക്കിയിരുന്ന റാന്തൽ വിളക്ക്, ആ വെളിച്ചം കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ.
ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. ഒരാളിനെ വിളിച്ച് എല്ലാ ദിവസവും രാത്രിയിൽ ആ റാന്തൽ വിളക്ക് തെളിയിക്കാനായി പറഞ്ഞിട്ട് ഇദ്ദേഹം നടന്ന് നീങ്ങുന്നു. കൂടെ നടക്കാൻ പറ്റുമോ? ചിലരോട് കൂടെ നടക്കാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ എമ്മോസ് എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയി. എമ്മോസ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, ശാരീരിക ബലഹീനത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് ഈ എമ്മോസ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ക്രമീകരിച്ചു. ഒരു അല്പദൂരം ഓട്ടം, കുറച്ച് ദൂരമുള്ള ഒരു ഓട്ടം ക്രമീകരിച്ചു. ഭയങ്കരമായ ബലഹീനത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒരു 5-6 പേര് ആ ഓട്ടത്തിൽ പങ്കെടുത്തു. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ നടന്ന് മുമ്പോട്ട് ഓടിയൊക്കെ പോയി ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ ഈ കൂടെ നടക്കാൻ പറ്റാത്ത, ഓടാൻ കഴിയാത്ത, വല്ലാതെ ബലഹീനതയുള്ള ഒരു കുഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇവരുടെ കൂടെ നിന്ന് പക്ഷേ നടക്കാനോ ഓടാനോ പറ്റുന്നില്ല. ആ കുഞ്ഞിന് ഭയങ്കര സങ്കടം വന്നു, കരഞ്ഞു. കരഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ടീച്ചർ ഓടി വന്നു. ടീച്ചർ ഓടി വന്നിട്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീങ്കതാൻ ഫസ്റ്റ്. ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീങ്കതാൻ ഫസ്റ്റ്. ഫിനിഷിംഗ് പോയിന്റിലെത്തിയ കുഞ്ഞുങ്ങളിത് കണ്ടു. അവർ ഓടി വന്നു, ഇവനെ ചേർത്ത് പിടിച്ച് ഫിനിഷിംഗ് പോയിന്റ് വരെ നടന്നു. അവരും വിളിച്ചിട്ട് പറഞ്ഞു, നീങ്കതാൻ ഫസ്റ്റ്. നിനക്ക് ഞങ്ങൾ കൂടെ ഉണ്ട്, നിന്റെ ബലഹീനതയിൽ ഞങ്ങളുണ്ട്. കൂടെ നടക്കാൻ പറ്റുമോ? കൂടെ നടക്കാൻ പറ്റുമോ? അവസാനമായി, കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിയണമെങ്കിൽ, ചിലരോട് കൂടെ നടക്കണമെങ്കിൽ ഒരു നിർബന്ധം വേണം. ആ പദം കൂടെ മറക്കരുതേ, നിർബന്ധം. നേരം വൈകി, അസ്തമിക്കാറായി, ഞങ്ങളോട് കൂടെ പാർക്കുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഇപ്പോൾ സന്ധ്യയാണ്, ഇരുട്ട് പടരുന്നുണ്ട്, ഞങ്ങളെ വിട്ടു പോകരുതേ, നിർബന്ധിച്ചു. ഇരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടം. ഭീതികൾ വർദ്ധിക്കുന്നു. അച്ഛൻ ഉപയോഗിച്ചൊരു പദമുണ്ട്, കെട്ടകാലം. കറക്റ്റാണ്. ഭീതികൾ വർദ്ധിക്കുന്നു, ഉത്കണ്ഠകൾ വർദ്ധിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, കൂട്ടുകാരനോട് ഞങ്ങളെ വിട്ട് പോകരുതേ എന്നുള്ളൊരു നിർബന്ധം. ഞങ്ങളെ വിട്ട് പോകരുതേ എന്നുള്ളൊരു നിർബന്ധം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആംഗ്ലിക്കൻ പട്ടക്കാരൻ ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തീരദേശത്തുള്ള, കടൽ തീരത്തുള്ള ഒരു സഭയിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്തത്. പെട്ടെന്ന് തൻ്റെ യുവത്വ പ്രായത്തിൽ ക്ഷയരോഗം പിടിപെട്ടു. ശുശ്രൂഷ തുടരാനായിട്ട് ഇദ്ദേഹത്തിന്, ഈ പട്ടക്കാരന് കഴിയുന്നില്ല. അദ്ദേഹം ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരാൻ തീരുമാനമെടുത്തു. ശുശ്രൂഷ അവിടെ അവസാനിപ്പിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരാൻ തീരുമാനമെടുത്തു. അന്ന് രാവിലെ പള്ളിയിൽ ഒരു സന്ദേശം കൊടുത്തു. എമ്മോസ് യാത്രയാണ് പറഞ്ഞ സന്ദേശം. രാവിലെ പള്ളിയിൽ എമ്മോസ് യാത്രയെക്കുറിച്ച് മനോഹരമായൊരു സന്ദേശം ഈ പട്ടക്കാരൻ കൊടുത്തു. വൈകുന്നേരം യാത്ര പറയാനായിട്ട് കിടക്കയിലായിരിക്കുന്ന ഒരു അപ്പച്ചൻ്റെ വീട്ടിലേക്ക് ഈ പട്ടക്കാരൻ പോയി. അപ്പച്ചൻ കിടക്കയിലാണ്. ഈ പട്ടക്കാരൻ അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു, പാട്ടുപാടി പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഈ കിടക്കയിൽ കിടക്കുന്ന അപ്പച്ചൻ പട്ടക്കാരൻ്റെ കയ്യിലൊന്ന് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങിന്ന് എന്നോട് കൂടെ പാർക്കണം. കുറച്ചു നേരം അവിടെ ഇരുന്നു, സംസാരിച്ചു. കുറേ നേരം കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. ഈ പട്ടക്കാരൻ ഇറങ്ങി കടൽ തീരത്ത് വന്നപ്പോൾ രാവിലെ മുതലുള്ള സംഭവങ്ങൾ ഈ മനസ്സിൽ കിടന്ന് വല്ലാതെ അലട്ടുന്നുണ്ട്. പള്ളിയിൽ പറഞ്ഞ എമ്മോസ് യാത്രയുടെ സന്ദേശം, തൻ്റെ ശാരീരിക ബലഹീനത, ശുശ്രൂഷ തുടരാനായിട്ട് കഴിയുന്നില്ല, മടങ്ങിപ്പോകുന്നു. യാത്ര പറയാൻ പോയപ്പോൾ അപ്പച്ചൻ കരങ്ങളിൽ കയറി പിടിച്ചത്, എന്നോടുകൂടെ പാർക്കണമെന്ന് നിർബന്ധിച്ചത്. ഈ ഒരു പ്രത്യേക അനുഭൂതിയിൽ ഒരു മനോഹരമായ പാട്ട് അദ്ദേഹം രചിച്ചു. 117-ാമത്തെ പാട്ട്. ഹാ നേരം വൈകി അന്തിയായതേ കർത്താവേ പാർക്കുക എൻ്റെ കൂടവേ. മനോഹരമായ പാട്ടാണ്. ഹാ നേരം വൈകി അന്തിയായതേ കർത്താവേ പാർക്കുക എൻ്റെ കൂടവേ. നമുക്ക് നമ്മുടെ സഹയാത്രികനായ ക്രിസ്തുവിനെ ഒന്ന് നിർബന്ധിക്കാമോ? നേരം സന്ധ്യയാവുന്നുണ്ട്, ഇരുട്ട് പടരുന്നുണ്ട്, ഞങ്ങളെ വിട്ട് പോകരുതേ.
ആമേൻ.